നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഒരു മാസത്തിനിടെ 17 പേർ മരിക്കാനിടയായത് പകർച്ചവ്യാധി മൂലമല്ലെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. തിരിച്ചറിയാൻ കഴിയാത്ത വിഷവസ്തുക്കളാണ് മരണങ്ങൾക്ക് പിന്നിലെന്നും പരിശോധന തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്നൌവിൽ CSIR ലാബ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധകളോ പകർച്ചവ്യാധികളോ അല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ചില വിഷവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവ ഏത് തരത്തിലുള്ളതാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ്. എന്തെങ്കിലും ഗൂഢാലോചന കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. രജൌരിയിലെ വിദൂര ഗ്രാമമായ ബദാലിലെ 3 കുടുംബങ്ങളിലാണ് ദുരൂഹ മരണങ്ങൾ നടന്നത്. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കളായ 4 പേർ കൂടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശക്തമായ പനി, ശരീരവേദന, ഓക്കാനം, തീവ്രമായ വിയർപ്പ്, ബോധം നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് മരിക്കുന്നതിന് മുൻപ് കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. ആദ്യം പകർച്ചവ്യാധിയാണെന്നാണ് കരുതിയത്. തുടർന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയതോടെയാണ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള വിഷാംശമാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി 200-ലധികം ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇവയുടെ ഫലം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. മരിച്ചവരുടെ ശരീരസ്രവങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സത്യാവസ്ഥ ഉടൻ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പനി, ശരീരവേദന, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1.5 കിലോമീറ്ററിനുള്ളിലെ വീടുകളിലെ 16 പേരാണ് ഡിസംബർ 7 മുതൽ ജനുവരി 17 ഇടയിലായി രജൌരിയിൽ 6 ആഴ്ചയ്ക്കിടെ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നും സംശയമുണ്ടായിരുന്നു. മേഖലയിലെ ആദിവാസി വിഭാഗങ്ങളടക്കം ജലം ശേഖരിക്കുന്ന ബാവോളി അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹ രോഗമാണോ സംഭവത്തിന് പിന്നിലുള്ളതെന്ന സാധ്യത കേന്ദ്ര സംഘം നേരത്തെ തള്ളിയിരുന്നു. വൈറസോ ബാക്ടീരിയയോ മൂലമുണ്ടാകുന്ന രോഗമല്ല മരണകാരണമെന്നും കേന്ദ്ര സംഘം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നയിക്കുന്ന സംഘത്തിൽ ആരോഗ്യം, കൃഷി, രാസവളം മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും അംഗങ്ങളായിരുന്നു. സംഘം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. 3500 സാമ്പിളുകളിൽ വൈറസുകളുടെയോ ബാക്ടീരിയകളുടെയോ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ഇതിനോടകം ഗ്രാമത്തിലെ 5700 പേരുടെ സാമ്പിൾ പരിശോധിച്ചത് വൈറസ്, ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. മരണപ്പെട്ടവരെല്ലാം തന്നെ ഒരേ ആരോഗ്യാവസ്ഥ മൂലമാണ് മരണപ്പെട്ടിട്ടുള്ളത്. തലച്ചോറിൽ നീർക്കെട്ട് മരണപ്പെട്ട എല്ലാവരിലും അനുഭവപ്പെട്ടിരുന്നു. തലച്ചോറിൽ സാരമായ തകരാറ് അനുഭവപ്പെട്ടിരുന്നു. ഇവരുടെ രോഗാവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധ്യമാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഏതാനും ദിവസം മുമ്പ് വിശദമാക്കിയത്. 2024 ഡിസംബറിൽ ഒരു കുടുംബത്തിലെ 7 പേർ അസുഖബാധിതരായതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിൽ 5 പേർ മരിക്കുകയും ചെയ്തു. ഡിസംബർ 12 മറ്റൊരു കുടുംബത്തിലെ 9 പേർക്ക് അസുഖം ബാധിച്ചു. ഇതിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഒരു മാസത്തിന് ശേഷം 10 പേർക്ക് അസുഖം ബാധിച്ചതിൽ 5 കുട്ടികൾ മരിച്ചു. ഇവർ സമൂഹ അന്നദാനത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു.